നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ ജൂലൈ മാസം 19 കർക്കിടകം 3 ശനിയാഴ്ച. രാമായണ മാസം തുടങ്ങിയിട്ട് 3-ാം ദിനം പുലർച്ചെ 2:13:30 വരെ അശ്വതി നക്ഷത്രമാണ്. ശേഷം ഭരണി നക്ഷത്രം. നാളത്തെ ദിവസം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ, കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്ന, സാമ്പത്തികമായി വളരെ വലിയ ഒരു മാറ്റം, ചില ധനവരവുണ്ടാകുന്ന, അതായത് സാമ്പത്തികമായ ഒരു മാറ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും നാളെ ഈ ഒരു പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് അനുഭവയോഗത്തിൽ വരുന്നതാണ്. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്ന ഒരു ദിനമായിരിക്കും ഇനി പറയാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം, അതായത് ശനിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ സാധിക്കുമെങ്കിൽ അയ്യപ്പസ്വാമി, അതായത് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ വളരെയധികം മാറ്റത്തെയും ഗുണത്തെയും നൽകുന്നതാണ്. ഇവിടെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാവുകയാണ്. കർക്കിടക മാസമാണ് എന്നതുകൂടി മനസ്സിലാക്കുക. രാമായണ പാരായണം ശ്രദ്ധിക്കുക, അതിനൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യവുമില്ല. എങ്കിലും ഗുണാനുഭവങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഒരു പഞ്ഞവും കൂടാതെ, ഒരു തടസ്സവും കൂടാതെ നമ്മളിലേക്ക് എത്തുന്നതിന് രാമായണ പാരായണം വളരെയധികം വഴിയൊരുക്കുകയും സഹായിക്കുകയും ചെയ്യും. കൂടാതെ നീണ്ട ഒരു വർഷക്കാലം നിൽക്കുന്ന ഗുണാനുഭവങ്ങളായിരിക്കും ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് നമ്മളിലേക്ക്, ഈ പാരായണത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഭക്തിസാന്ദ്രമായി കർക്കിടക മാസത്തിൽ വളരെ ഭക്തിയോടുകൂടി നടത്തുന്ന രാമായണ പാരായണം വളരെ നേട്ടവും ശ്രേഷ്ഠമായ ഒരു വർഷക്കാലത്തെ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ബോധത്തോടു കൂടി വേണം പാരായണം ചെയ്യുവാനായിട്ട്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം ധാരാളമായി എത്തുന്ന 9 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. 9 നക്ഷത്രക്കാർക്ക് അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാരായ ആളുകൾക്ക് ഭൂമി സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് തർക്കങ്ങളിൽ പെട്ടുകിടക്കുന്ന ഭൂമി, അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് രമ്യതയിലാക്കാൻ നാളത്തെ ദിവസം സാധിക്കും. ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളായിരുന്നു എങ്കിൽ പോലും നാളത്തെ ദിവസം നിങ്ങളൊരു ഒത്തുചേർന്നൊരു വട്ടമേശ സമ്മേളനം പോലെ നടത്തി അതിനെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നൊരു വിടുതൽ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. അതുമാത്രമല്ല, നാളത്തെ ദിവസം കോടതിയിൽ പോകേണ്ടതായ വസ്തു സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകാൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു തീർപ്പ് നാളെ കോടതിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ, നിങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി അവരെ വിജയം കണ്ടെത്താനായിട്ട്, അവരെ തോൽപ്പിച്ച് നിങ്ങളുടെ വിജയം ചൂടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പല വിധത്തിലുള്ള ഒരു മാറ്റം, ഒരു പുരോഗതി, ഒരു തെളിച്ചം ജീവിതത്തിൽ ദൃശ്യമാകുന്ന ദിവസം കൂടിയായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം. കൂടാതെ ഒരു മാറ്റത്തിൻ്റെ സമയം, ഗൃഹത്തിലേക്ക് പുതിയ ചില കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം വസ്ത്രം വാങ്ങാനായി ആഗ്രഹിക്കുന്നത്, അതായത് പുതുതായി കുറച്ച് വസ്ത്രം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഭരണി നക്ഷത്രക്കാരെന്ന് മാത്രമല്ല ആരാണെങ്കിലും നാളത്തെ ദിവസം വാങ്ങിക്കുക. അതായത് ശനിയാഴ്ചകളിലും ബുധനാഴ്ചകളിലുമൊക്കെ പുതുവസ്ത്രം വാങ്ങിക്കുമ്പോൾ അന്നേ ദിവസം അത് ധരിക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന ദിവസങ്ങൾ, ശനി ബുധൻ തുടങ്ങിയ ദിവസങ്ങളിൽ പുതുവസ്ത്രം വാങ്ങി അന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുതുവസ്ത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ ആ ഒരു ഭാഗ്യത്തിന് ചിലപ്പോൾ തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ഏത് കാര്യങ്ങൾ വാങ്ങുമ്പോഴും അതിൻ്റേതായ ദിനമൊക്കെ ഉണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ വസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ശനിയാഴ്ച ദിവസം ഭരണി നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിനം എന്തെങ്കിലും പുതുതായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം കഴിഞ്ഞിട്ടേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ച് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ ലാഭത്തിൻ്റെ ദിവസമാണ്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഒക്കെ ലാഭത്തിൻ്റെ ദിനം തന്നെയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ശുഭകരമായ വാർത്ത ശ്രവിക്കാൻ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. പൊളിറ്റിക്സിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും നാളെ വിജയം കൊയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഭവനത്തിനോട് വളരെയധികം ഇതൊരു നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഗൃഹത്തിലിരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാൻ തോന്നാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമേ അല്ല എന്ന്. നാളത്തെ ദിവസം കാർത്തിക നക്ഷത്രക്കാർക്ക് കൂടുതലും വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് തോന്നുന്ന ഒരു ദിവസമായിരിക്കും. സഹോദര സ്ഥാനീയരിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ ഗുണങ്ങൾ, സമ്മാനങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പല വിധത്തിലുണ്ടായിരുന്ന നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ വിഷമങ്ങൾക്കും ഒരു പരിഹാരം കൂടി ലഭിക്കുന്ന ദിവസമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് നാളത്തെ ശനിയാഴ്ച ദിവസം. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സാമ്പത്തികമായൊരു വരവുണ്ടാകുന്ന സമയമാണ്.
ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യമൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അതുവഴിയും അല്പം ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളത്തെ ദിവസം കഴിവതും ജാമ്യം നിൽക്കുന്ന പരിപാടിക്കൊന്നും പോകാതിരിക്കുക. വിദ്യാർത്ഥികളായ ആളുകൾക്ക് അനുകൂലമായ ദിവസമാണ് നാളെ. കൂടാതെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ നാളെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. കുടുംബത്തിൽ സുഖം വന്നു ചേരും, സമാധാനം ധാരാളമായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ ശനിയാഴ്ച. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ വരുന്ന സമയമാണ്. അതേപോലെ തന്നെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ഉത്തരവാദിത്വങ്ങൾ ധാരാളം നിങ്ങളുടെ ചുമലിലേക്ക് വന്നു ചേരുന്ന ദിവസമായിരിക്കും. യാത്രകൾ ചെയ്യേണ്ടി വരുന്നതാണ്. യാത്രകൾ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മുതിർന്നവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമായിരിക്കും. അവരിൽ നിന്ന് പ്രത്യേകിച്ച് ചില ധനസഹായങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും മുതിർന്നവരിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് ധനമൊക്കെ, അതായത് ഒരു സമ്മാനം പോലെയൊക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നാളത്തെ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരെ നിങ്ങളുടെ സംസാരം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും. നാളത്തെ ദിവസം നിങ്ങൾക്ക് സംസാരത്തിനൊരു പ്രത്യേക വശ്യതയൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യാനും സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് നാളത്തെ കുടുംബ സൗഖ്യം വന്നു ചേരുന്നതാണ്. മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ ആവേശത്തോടു കൂടി ഏത് കാര്യങ്ങളും ചെയ്യാനായി, ഏത് ജോലികളും ചെയ്ത് പൂർത്തിയാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എതിർപ്പുകളൊക്കെ കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ആ എതിർപ്പുകളൊക്കെ ഇല്ലാതാവുകയും ആ എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ട് പോകാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. അല്പം ധനമൊക്കെ ചിലവാകുന്ന ദിവസമായിരിക്കും. അത് നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തന്നെയാണ്. എങ്കിലും കയ്യിൽ നിന്ന് അല്പം ധനമൊക്കെ പോകാനുള്ള അല്ലെങ്കിൽ നഷ്ടമാകാനും സാധ്യത കാണുന്നുണ്ട്. നാളത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആകർഷിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ പാടെ മാറുന്ന ഒരു ദിവസമായിരിക്കും നാളെ. എങ്കിലും നിങ്ങൾക്ക് കോപം വരുന്ന ഒരു സ്വഭാവം, എടുത്തു ചാടിയൊരു സംസാരമൊക്കെ ഉണ്ട്. അതൊക്കെ നാളത്തെ ദിവസം കഴിവതും ഒന്ന് ഒഴിവാക്കുന്നതാണ് ഉത്തമം. തൊഴിലിൽ അല്പം നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് മുൻനിർത്തി നാളത്തെ ദിവസം വളരെയധികം സൗമ്യതയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലൊക്കെ അതേപോലെ ധാരാളം സുഹൃത്തുക്കളെയൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയും, പുതുതായി ജോലിയിലൊക്കെ പ്രവേശിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിലും ഏതായാലും നിങ്ങൾക്ക് അല്പം സുഹൃത്ത് വലയം നാളത്തെ ദിവസം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം കയ്യിലേക്ക് അല്പം ധനം വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ദൈവാധീനം ധാരാളമായുള്ളൊരു ദിവസം കൂടിയായിരിക്കും നാളെ. ആകർഷകത്വം നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് തോന്നുന്നതായിരിക്കും. അത് പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിയാലും മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു ആകർഷണം തോന്നുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നാളെ വളരെയേറെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ദിനമായിരിക്കും. പുതിയ ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ട് പുതിയ ചില മാറ്റങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ സമൂഹത്തിന് നൽകാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെയധികം ശ്രേഷ്ഠവും ഭാഗ്യദായകവുമായ ഒരു ദിനം തന്നെയായിരിക്കും നാളെ. പൂരുരുട്ടാതിയാണ് അടുത്ത നക്ഷത്രം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാളെ വിജയത്തിൻ്റെ ദിനമാണ്. നാളെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഡാൻസ്, പാട്ട്, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ വിജയം ഉണ്ടാകുന്നതാണ്. അത് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അംഗീകാരങ്ങൾ തേടിയെത്തുന്നതാണ്. കയ്യടികൾ ലഭിക്കുന്ന ഒരു ദിവസമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടം വന്നു ചേരും. എല്ലാ രംഗത്തും ഏത് കർമ്മ മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ട പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് നാളെ വളരെ നല്ല ഭാഗ്യദായകമായ ഒരു ദിവസമാണ്. കൂടാതെ കുടുംബത്തിൽ സമാധാനം, സുഖമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ ചില കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ ചില അവസരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ഉന്നതരായ ആളുകളിൽ നിന്ന് ചില സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരാനുള്ള ദിനം കൂടിയാകുന്നുണ്ട്. അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു ദിനം കൂടിയാണ്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതൊക്കെ നാളത്തെ ദിവസം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗ്രഹം പോലെ നടക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അത് നടത്തിക്കാനും ഒക്കെയുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ശത്രുക്കളെ പരാജയപ്പെടുത്താനും നിങ്ങൾക്ക് നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. അതായത് ഉന്നതരായ ആളുകളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുമെന്നത് കൂടി മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞാൽ, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിലും
അത് നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ബോർഡിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിയുക എന്നത് ചെറിയൊരു കാര്യമല്ല. അവരിൽ നിന്ന് വിമർശനങ്ങളൊന്നുമില്ലാതെ നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുക എന്നതും ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് സാധ്യമാകുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം വളരെ നല്ല ഒരു ദിനം തന്നെ ആയതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനും അതിനെ ഒന്ന് ശരിയായ രീതിയിൽ എത്തിക്കാനും അതുവഴി സന്തോഷം കണ്ടെത്താനുമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഈ 9 നക്ഷത്രക്കാർക്കും സാധ്യമാകുന്നതായിരിക്കും.